ഇരുവൃക്കകളും തകരാറിലായ 49-കാരന്റെ തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. അയിലൂർ കാരക്കാട്ടുപറമ്പിലെ ഗംഗാധരനാണ് ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ചികിത്സാ സഹായം തേടുന്നത്. പെയിന്റിംഗ് തൊഴിൽ ചെയ്തുവന്ന ഗംഗാധരൻ 5 വർഷം മുമ്പാണ് താനൊരു വൃക്കരോഗിയാണെന്ന് അറിയുന്നത്. അമ്മയും ഭാര്യയും ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ഗംഗാധരന് ജീവിതം കൈവിട്ടുപോയെന്ന് തോന്നിപ്പോയ നിമിഷങ്ങളായിരുന്നു പിന്നീട്. ജോലിക്ക് പോവാൻ കഴിയാതായതോടെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗവും മുടങ്ങി. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സന്മനസ്സുകളുടെയും സഹായത്തോടെ വലിയ തുക ചെലവഴിച്ച് ചികിത്സ നടത്തിയിട്ടും ഗംഗാധരനെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. നിലവിൽ ഡയാലിസിസിന് വിധേയനായി വരികയാണ് ഈ 49-കാരൻ. ഞാൻ ആഴ്ചയ്ക്ക് 3 ദിവസം ഡയാലിസിസ് പേഷ്യൻ്റാണ്. ഇപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ട്, നടക്കാൻ പോലും പറ്റില്ല. ഒരാളുടെ സഹായം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് വീട്ടിൽ നിന്ന് ഡയാലിസിസിന് വെളിയിലിറങ്ങുന്ന ഒരാളുടെ സഹായം വേണം. അങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ ഭാര്യ കാലുവയ്യാത്ത സ്ത്രീയാണ്. ഞങ്ങൾക്ക് ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. നാട്ടുകാരുടെ സഹായത്തിലാണ് ഇത്ര നാൾ 5 വർഷമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് ആഹാരത്തിനും മരുന്നിനും ആശുപത്രി പോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ മുന്നോട്ട് പോകാൻ കൂടി വഴിയില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. വീട് സ്വന്തമല്ല, ഞാൻ ഇവിടെ ഇരിക്കുന്നത് പെങ്ങളുടെ വീടാണ്. അതിനാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നിലവിൽ എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. നിങ്ങളെല്ലാവരും ദയവേദ എന്നെ ഒന്ന് സഹായിക്കണം. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യുന്നതിന് 3000 രൂപയോളമാണ് ചിലവ്. സ്വന്തമായി ഉണ്ടായിരുന്ന വീടും സ്ഥലവും പോലും വിറ്റാണ് ചികിത്സ തുടർന്നു വന്നത്. നല്ലവരായ ഒരുപാട് പേരുടെ സഹായം ലഭിച്ചു. ശാരീരിക വെല്ലുവിളി നേരിടുന്ന ഭാര്യയ്ക്ക് തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്താനുള്ള പരിമിതിയുള്ളതിനാൽ കുടുംബത്തിലെ നിത്യച്ചെലവുകൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഗംഗാധരന്റെ തുടർ ചികിത്സയ്ക്കുള്ള ഭാരിച്ച തുക കണ്ടെത്താൻ ഈ നിർധന കുടുംബത്തിനാവില്ല. സുമനസ്സുകളുടെ കാരുണ്യഹസ്തം തങ്ങളിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇവർക്കുള്ളത്. ചികിത്സക്കുള്ള സഹായമാണ് പ്രതീക്ഷിക്കുന്നത്. സ്വന്തമായി വീടുമില്ല, സ്ഥലവും ഇല്ല. എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടും ആളിന് ഇപ്പോഴും വയ്യാഴിക കൂടിക്കൂടി വരണമല്ലാതെ കൊണ്ട് മാറ്റങ്ങളൊന്നുമില്ല. ഞാനൊരു വികലാംഗയാണ്. എനിക്ക് കാല് വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ മുട്ടിന് പ്രശ്നമായത് കാരണം 2 കാലും വയ്യാതായി. എനിക്കും ഇപ്പോൾ ഒരാളിൻ്റെ സഹായം പോലെ ഞാനാണ് ആളിന് താങ്ങണത്. എന്നെ കാണുന്നവരാരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടാണ് ഹോസ്പിറ്റലിലെ സ്റ്റെപ്പ് വരെ കയറിപ്പോണം. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായ ഗംഗാധരനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമുക്ക് കൈകോർക്കാം. സഹായമായി ലഭിക്കുന്ന 1 രൂപ പോലും ഈ കുടുംബത്തിന് വലിയ ആശ്വാസമാകും. UTV ന്യൂസ്, പാലക്കാട്.